Welcome to Learn with Reena Miss. നമ്മൾ ഇന്ന് ഐഡന്റിറ്റീസിന്റെ കുറച്ച് നമ്മൾ x plus y the whole square എന്നതാണ് പഠിച്ചത് അല്ലേ. x square plus 2xy plus y square. അതിന്റെ ഹോൾ നമ്പറിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഡെസിമൽ ഫോമും ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാനുള്ളത്? ഫ്രാക്ഷൻസ് എങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. പിന്നെ മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഓൺലൈൻ ട്യൂഷന് ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്, സബ്സ്ക്രിപ്ഷനോ കാണുന്നതിനൊന്നും കാശ് വേണ്ട. മിസ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മിസ്സിൻ്റെ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പുതിയൊരു ബാച്ചോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഐഡന്റിറ്റീസിൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ഫ്രാക്ഷൻസിനെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് മിസ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 20 and half the whole square. 20 and half the whole square എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 20 and halfനെ നമുക്ക് 20 plus half എന്നുള്ളത് അല്ലേ. ഓക്കെ, സ്ക്വയറൊക്കെ അതേപോലെ തന്നെ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? x plus y the whole square. ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണണം കേട്ടോ, അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ഇവിടെ എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. എക്സ് ഈക്വൽ ടു 20യും വൈ ഈക്വൽ ടു 1/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം 20 plus 1/2 the whole square is equal to x square 20 square plus 2xy എങ്ങനെ എഴുതാ? 2 into 20 into 1/2 2xy okay plus y square 1/2 the square right. നോക്കാം 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഒരു 0 സ്ക്വയർ ചെയ്താൽ 2 0 പഠിച്ചാണല്ലേ. then ഇവിടെ നോക്കൂ, ഇതൊരു ടേം ആണല്ലേ. ഇത് 2xy എന്ന് പറയുന്ന ഒരൊറ്റ ടേം ആണത്. 2 into x into y. നമുക്കിത് കട്ട് ചെയ്തൂടെ? ഈ 2 ഈ 2 കൂടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2/2 1 ആണ്. അതാണ് അതിന്റെ മീനിങ്. 20 into 1 20 plus 1/2 the whole square. ന്യൂമറേറ്ററും സ്ക്വയർ ചെയ്യണം, ഡിനോമിനേറ്ററും നിങ്ങൾ സ്ക്വയർ ചെയ്യണം. 1 സ്ക്വയർ 1/2 സ്ക്വയർ 4. 400 plus 20 എത്രയാണ്? 420. 420ന്റെ കൂടെ 1/4 ചേർത്താൽ നേരെ ചേർത്ത് എഴുതിയാൽ മതി. 4/420 1/4. മനസ്സിലായോ? ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഒന്നുകൂടെ ചെയ്താലോ? ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതേപോലെ ഒന്നോ രണ്ടെണ്ണം ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് ഉണ്ട്, നമുക്കത് ചെയ്താലോ? ഏതാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോളൂ. ഈ എക്സസൈസ് ആണ് നമ്മൾ മിസ്സിൽ ആദ്യത്തെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈസ് ദർ എ ജനറൽ മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് 1 and half 2 and half 3 and half എക്സെട്ര. എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് ആൾജിബ്ര. അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് 1 and halfന്റെ സ്ക്വയർ എങ്ങനെയാ കാണാന്നുള്ളത് നോക്കാം. നമ്മൾ പഠിച്ചതാണല്ലോ, അപ്പൊ എങ്ങനെയാ കാണാന്നല്ലേ. 1 and halfനെ എങ്ങനെ എഴുതാം? 1 plus half the whole square അല്ലേ. അപ്പൊ നമ്മള് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എക്സ് is equal to 1, y is equal to half അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ നമ്മൾ പഠിച്ചാണ് അല്ലെ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? ഞാനിവിടെ മുകളിൽ എഴുതി വെക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ is equal to പറഞ്ഞോളൂ. x plus y the whole square is equal to x square plus 2xy plus y square. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതെല്ലാത്തിലും ആവശ്യമുള്ളതാണ് അല്ലേ. ഇവിടെ നോക്കൂ, x square 1 square plus 2xy എങ്ങനെ എഴുതുക? 2 into x1 y 1/2 2xy plus y square. എന്താ y എന്ന് പറഞ്ഞാൽ ഏതാണ്? 1/2 the whole square. 1 സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലെ. ഇവിടെ നോക്കൂ, ഇതൊരു ടേം ആണ് അല്ലെ. 2 into 1 into 1/2. ഇപ്പൊ നമുക്ക് താഴെ 1/4 ഉണ്ടാവും, ചിലപ്പോ 8 ഉണ്ടാവും.
16 ആണ്. ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക. 2/2 എന്ന് പറഞ്ഞാൽ 1. ഇവിടെ 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. പ്ലസ് 1/2 സ്ക്വയർ എത്രയാ? 1 × സ്ക്വയർ 1/2 × സ്ക്വയർ 4. 1 + 1 2. 2 + 1/4 2 1/4. ആൻസർ കിട്ടിയില്ലേ? ഇപ്പൊ 1.5 സ്ക്വയർ നമുക്ക് കിട്ടിയത് കൂടെ എഴുതി വെക്കാം കേട്ടോ. 1.5 സ്ക്വയർ നമുക്ക് ലാസ്റ്റിൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇത് ആവശ്യം വരും. 1.5 സ്ക്വയർ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2 1/4. റൈറ്റ്? ഇനി അടുത്തത് 2.5. 2.5 കണ്ടുപിടിക്കാൻ എങ്ങനെയാ നോക്കാം. 2.5 സ്ക്വയർ എങ്ങനെ എഴുതാം? 2 + 1/2 ഹോൾ സ്ക്വയർ അല്ലെ? ഇപ്പൊ x എന്ന് പറഞ്ഞാൽ 2. ഇപ്പൊ x സ്ക്വയർ പ്ലസ് ഞാൻ എഴുതുന്നില്ല, അവിടെ മുകളിൽ ഉണ്ടല്ലോ. x സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 2xy. 2 × x 2 തന്നെയാണ് അല്ലെ? y 1/2 പ്ലസ് y സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ. റൈറ്റ്? 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4 പ്ലസ് ഇവിടെ ഈ 2ഉം ഈ 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 2 × 1 2 പ്ലസ് 1/2 സ്ക്വയർ നമ്മൾ പഠിച്ചു. 1 × സ്ക്വയർ 1 2 × സ്ക്വയർ 4. പിന്നെ എഴുതുക 4 + 2 6. 6 + 1/4 6 1/4. എത്ര കിട്ടിയത്? ഇവിടെ ഞാൻ എഴുതി വെക്കാം. 2.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 6 1/4 അല്ലെ? 6 1/4. 2.5 സ്ക്വയർ 6 1/4. ഈ രണ്ടെണ്ണം കണ്ടാൽ നമുക്കൊരു ജനറൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്കൊരു 3 എണ്ണം ഒന്നുകൂടെ കാണാം. 3.5 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 3.5 എന്ന് പറഞ്ഞാൽ 3 + 1/2 ഹോൾ സ്ക്വയർ. എഴുതാ x + y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 2xy അല്ലെ? 2 × 3 × 1/2 2xy പ്ലസ് y സ്ക്വയർ. ഇനിയോ 3 സ്ക്വയർ 9 പ്ലസ് ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു. 3 × 1 3 പ്ലസ് 1/2 സ്ക്വയർ എത്രയാണ്? 1/4. 9 + 3 12 12 1/4. എത്ര കിട്ടി? 3.5 സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്? 12 1/4. ഇനി നമുക്ക് ഇതൊരു ആൾജിബ്ര വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം ആൾജിബ്ര വെച്ചിട്ട് എന്താണ് കിട്ടാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ? ആൾജിബ്ര എല്ലാത്തിലും ഹാഫ് ഉണ്ട്. ഒരു നമ്പറിന്റെ 1/2 ചേർത്തുള്ളതിന്റെ സ്ക്വയർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ടൊരു ഫോം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് x½ ഹോൾ സ്ക്വയർ അല്ലെ? നമുക്ക് x + 1/2 ഹോൾ സ്ക്വയർ. എക്സിന് പകരം എക്സ് തന്നെയാണ്. x സ്ക്വയർ പ്ലസ് എന്താ പറയാ 2 × x × y പകരം 1/2 ആണ്. ശ്രദ്ധിക്കണം. 2xy പ്ലസ് y സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ. നോക്കൂ x സ്ക്വയർ പ്ലസ് ഈ 2 ഞാൻ കട്ട് ചെയ്യും. x സ്ക്വയർ പ്ലസ് x പ്ലസ് 1/4 അല്ലെ? അപ്പൊ ഇതിലും x ഉണ്ട്, ഇതിലും x ഉണ്ട്, ഇതിൽ x ഇല്ല. അപ്പൊ ഇതിൽ x ഉണ്ട്, ഇതിൽ x. രണ്ടും ഞാൻ ഇങ്ങോട്ട് x പുറത്തേക്ക് എടുക്കാം. അപ്പോഴോ x സ്ക്വയർ നിന്നും x എടുത്തു, x നിന്നും x എടുത്തു. ഇതൊരു ബ്രാക്കറ്റ് ഇടാം. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x × x അല്ലേ? 2x ഉണ്ട് അവിടെ. 2x എന്ന് പറഞ്ഞാൽ x + x അല്ല, x × x. അപ്പൊ അതിന് ഒരു x ഞാൻ പുറത്തോട്ടു. ബാക്കി അവിടെ എത്ര x ഉണ്ട്? ഒരു x. x × x x. മനസ്സിലായോ? പ്ലസ് ഇവിടെ ആകെ ഒരു എക്സേ ഉള്ളൂ. അതിന്റെ പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ 0 ആവോ? ഇല്ല, അവിടെ 1 ഉണ്ടാവും. 1 × x ആണ് നമുക്ക് x കിട്ടുക. റൈറ്റ്? ഇവിടെ 1 x × 1 x. മനസ്സിലായോ? നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് എടുക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ഉണ്ടാവും കേട്ടോ. 0 ഒന്നും എഴുതി വെക്കരുത്.
പ്ലസ് ഹാഫിൽ എക്സിൽ. അപ്പോൾ അത് ഹാഫിനെ കിടക്കട്ടെ. ഇതാണ് നമുക്കിത് ജനറൽ ഫോം. അതായത് എക്സ് പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ഹാഫ്. അതായത് ആ നമ്പർ അതിൻ്റെ പ്ലസ് 1 ചേർത്ത നമ്പറും കൂടി ഇൻറ്റു ചെയ്യാം. ദെൻ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാം? ഹാഫ് ആഡ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതൊക്കെ ശരിയാണോ അല്ലെ. അപ്പൊ നോക്കൂ 1.5 ദ ഹോൾ സ്ക്വയർ കാണാൻ എന്താ ചെയ്യാ? ഇത് പ്രകാരം എന്താ ചെയ്യണ്ടേ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1ഉം 1 പ്ലസ് 1ഉം കൂടെ ഇൻറ്റു ചെയ്യണം. അതായത് 1 ഇൻറ്റു 1 പ്ലസ് 1 2. പിന്നെ അതിന്റെ കൂടെ പ്ലസ് ഹാഫ്. അപ്പൊ 1 ഇൻറ്റു 2 2 ഹാഫ് അല്ല 1/4 1/5. ഭയങ്കര ഈസി അല്ലേ ചെയ്യാനായിട്ട്? എന്തൊരു എളുപ്പം. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. 2.5 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇങ്ങനെ ചെയ്യാം. 2ഉം 2 പ്ലസ് 1ഉം കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 2 പ്ലസ് 1 3 2 ഇൻറ്റു 3 അല്ലെങ്കിൽ തൊട്ട് അടുത്ത നമ്പറോട് ഇൻറ്റു ചെയ്താൽ മതി. പ്ലസ് 1/4. അപ്പം 2 ഇൻറ്റു 3 6 6 1/4. എന്തൊരു എളുപ്പല്ലേ, സിമ്പിൾ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 10.5 ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? 10ഉം 11ഉം കൂടി ഇൻറ്റു ചെയ്യണ്ട അല്ലേ. 10 ഇൻറ്റു 11 പ്ലസ് 1/4. ഇപ്പൊ 10 ഇൻറ്റു 11 110 1/4. അപ്പൊ നമ്മൾ നേരത്തെ 20.5 ചെയ്തല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്താ അതിന്റെ ആൻസർ കിട്ടിയത്? 20.5 നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടിയത്? നമുക്ക് നോക്കാം. 420 1/2 കിട്ടിയത്. അതാണോ നമുക്ക് നോക്കി നോക്കാം അല്ലേ. 20.5 ദ ഹോൾ സ്ക്വയർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? 20 ഇൻറ്റു 21 പ്ലസ് 1/4. അപ്പൊ 20 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ഇൻറ്റു 2 2 ഇൻറ്റു 21 42. അപ്പൊ അതിന്റെ കൂടെ 0 കൊടുക്കാം. then 1/4. എന്താ ഈസി. 420 1/2 വളരെ എളുപ്പമാണ് അല്ലേ. മനസ്സിലായി എല്ലാവർക്കും? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യാനായിട്ട് അല്ലേ. വളരെ എളുപ്പമാണ്. മനസ്സിലായി എല്ലാവർക്കും? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലെന്നാ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? Given below is a method to calculate 37 square. 37 square കാണാൻ ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് 2 ഡിജിറ്റ്സ് നമ്പേഴ്സും 2 ഡിജിറ്റിന് മാത്രമേ ഇത് പറ്റൂ 2 ഡിജിറ്റ് നമ്പേഴ്സും കൂടി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡ് കറക്റ്റ് ആണെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. മുൻപ് ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. We are going to find 37 സ്ക്വയർ. എന്താ ചെയ്തത്? നമ്മൾ മുമ്പത്തെ മിസ്സിന്റെ ഒരു വീഡിയോയിൽ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്തത്. ഓർക്കണ്ടോ നിങ്ങൾ? ഇതും നമ്മൾ അതേപോലെയാണ് ചെയ്യാൻ പോകുന്നത്. 37 സ്ക്വയർ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ടല്ല കേട്ടോ, താഴെ നിന്ന് മുകളിലോട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലെ വൺസിന്റെ ഡിജിറ്റ് അതെടുത്തു, അതിന്റെ സ്ക്വയർ 7 സ്ക്വയർ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? വൺസിന്റെയും ടെൻസിന്റെയും ഡിജിറ്റ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യും അല്ലെ. 3 ഇൻറ്റു 7 എന്നിട്ട് അത് ഇൻറ്റു 2 അതിന്റെ 2 മടങ്ങ് ഡബിൾ ചെയ്തത്. അടുത്ത ടെൻസിന്റെ ഡിജിറ്റ് സ്ക്വയർ ചെയ്തു. അതാണ് ചെയ്തത്. മനസ്സിലായോ? വൺസിന്റെ ഡിജിറ്റ് സ്ക്വയർ ചെയ്ത് എഴുതി, വൺസും ടെൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഡബിൾ എടുത്തു സെക്കൻഡിൽ. തേർഡ് നമ്മൾ എന്താ ചെയ്തത്? ടെൻസിന്റെ ഡിജിറ്റ് സ്ക്വയർ ചെയ്തു. ഇനി നമ്മൾ സാധാരണ ചെയ്തതുപോലെ 7 സ്ക്വയർ 49, 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 21, 21 ഇൻറ്റു 2 എത്രയാണ്? 42. ദെൻ 3 സ്ക്വയർ 9. താഴെ നിന്ന് മുകളിലോട്ട് മിസ് ചെയ്യാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ളതിനെ 1 കൊണ്ടും അതിന്റെ മുകളിലുള്ളതിനെ 10 കൊണ്ടും ലാസ്റ്റ് വരുന്നതിനെ 100 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 49 ഇൻറ്റു 1 49, 42 ഇൻറ്റു 10 420, 9 ഇൻറ്റു 100 900. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 37 സ്ക്വയർ കിട്ടും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഒരു 25 സ്ക്വയർ ചെയ്ത് നോക്കാം.
25ന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ചെയ്യാം? നമ്മൾ താഴെ മുകളിലോട്ടാണ് ചെയ്യുന്ന. ആദ്യം വൺസിന്റെ ഡിജിറ്റ് എടുക്കുന്നു, അതിന്റെ സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് വൺസും ടെൻസും തമ്മിൽ ഇൻറ്റു ചെയ്യും. 2 × 5. എന്നിട്ട് അതിനെ ഡബിൾ ചെയ്യുക. അത് ഇൻറ്റു 2. അപ്പോൾ 2. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ടെൻസിന്റെ ഡിജിറ്റ് എടുക്കുന്നു, സ്ക്വയർ ചെയ്യും. ഇനി ഒന്നുമില്ല. 5 സ്ക്വയർ 25. 2 × 5 10. 10 × 2 20. 2 സ്ക്വയർ 4. അടുത്ത സ്റ്റെപ്പില് ഏറ്റവും താഴെയുള്ളതിനെ വൺസ് കൊണ്ടും മിഡിൽ നമ്പറിനെ ടെൻസ് കൊണ്ടും ലാസ്റ്റ് നമ്പറിനെ ഹൺഡ്രഡ്സ് കൊണ്ടും ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 25 × 1 25. 20 × 10 200. 4 × 100 400. ആഡ് ചെയ്തല്ലോ. 400 200 600. 625 625. 25ന്റെ സ്ക്വയർ ആണ് 625. മനസ്സിലായോ? വൺസിനെ സ്ക്വയർ ചെയ്യുക, വൺസും ടെൻസും ഇൻറ്റു ചെയ്യുക, അത് ഇൻറ്റു 2. ടെൻസിനെ സ്ക്വയർ ചെയ്യുക, 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 100 കൊണ്ട്. അത്രയും. ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ അടുത്തത് 49 സ്ക്വയർ ചെയ്യാൻ വേണ്ടി പോകണം. എന്താ ചെയ്യുക? ആദ്യം 9 ആണ്. വൺസിന്റെ ഡിജിറ്റ് 9 ആയതുകൊണ്ട് 9 സ്ക്വയർ അല്ലേ. ഇതിന് അടുത്തത് 4 × 9. അതിനെന്ത് ചെയ്യണം? ഇൻറ്റു 2. ദെൻ 4ന്റെ സ്ക്വയർ അല്ലേ. 9ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 9 9s are 81. 4 × 9 എത്രയാണ്? 4 9s are 36. 36 × 2 എന്ന് പറയുമ്പോൾ 72 എന്ന് വരും. 4 സ്ക്വയർ എത്രയാണ്? 16. കഴിഞ്ഞു. ഇത്രയുള്ളൂ പണി. ഇതിനെ വൺസ് കൊണ്ട്, ഇതിനെ 10 കൊണ്ട്, ഇതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. 60 × 100 1600. 72 × 10 720. 81 × 1 81. ഇനി ആഡ് ചെയ്താൽ 1042401 ആണ് നമുക്ക് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് 240. മനസ്സിലായോ? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആൾജിബ്ര വെച്ച് ചെയ്യാനാണ്. ആൾജിബ്ര വെച്ച് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ, നമ്മൾ പഠിച്ചതല്ല. എന്താ ചെയ്യാ? ഇവിടെ നിങ്ങൾക്ക് അറിയാം x² + 2xy + y² ആണ് നമ്മൾ ചെയ്തല്ലേ. അപ്പൊ x² + 2xy + y² നമ്മൾ പഠിച്ചതല്ലേ. ഇത് x² 2xy y² നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഫൈൻഡ് an easy method to compute squares of number ending in 5. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങളോടൊരു ഈസി മെത്തേഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൽ എൻഡ് ചെയ്യണം? 5ൽ എൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പ വഴി. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾജിബ്രയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ ഒക്കെ വൺസ് ഡിജിറ്റ് ഏതായിരിക്കും? 5 ആയിരിക്കും അല്ലെ. ഇനി 10. അപ്പോ 5ൽ എൻഡ് ചെയ്യുന്നത് എല്ലാത്തിന്റെയും വൺസ് ഡിജിറ്റ് 5. പിന്നെ 10സോ 100സോ 1000 ഇങ്ങനെയൊക്കെ പ്ലേസ് വാല്യൂസ് ഉണ്ടാവില്ല. അതിന്റെ മിസ് 10x കൊടുക്കാം. നമുക്ക് ടെൻസിന്റെ വാല്യൂ പ്ലേസ് അല്ല. 10x. എക്സിന് 1 കൊടുത്താൽ 25. എക്സിന് 1 കൊടുത്താൽ എത്രയാവും? എക്സിന് 0 കൊടുത്താൽ 0 × 10 0 + 5 5. അപ്പൊ എക്സിന് 0 കൊടുത്താൽ 5. എക്സിന് 1 കൊടുത്താൽ 50. എക്സിന് 2 കൊടുത്താൽ 25. എക്സിന് 3 കൊടുത്താൽ 35. 9 കൊടുത്താൽ 95. 10 കൊടുത്താൽ 105. അങ്ങനെ നിങ്ങൾക്ക് എക്സിന് 0 മുതൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഏത് 5ൽ എൻഡ് ചെയ്ത നമ്പറിന് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. മനസ്സിലായോ? അതിന്റെ സ്ക്വയർ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? എക്സിന് പകരം ഇവിടെ 10x എന്നാണുള്ളത്. വൈക്ക് പകരം ഇവിടെ ഉള്ളത് എന്താണ്? 5 എന്നാണ്. ഇതാണ് എക്സ്, ഇതാണ് y. എന്താ നമ്മളെ ഇക്വേഷൻ? പറയൂ. x² പ്ലസ്, അതായത് x എന്ന് പറഞ്ഞാൽ 10x അല്ല, x² പ്ലസ് 2xy 2xy പ്ലസ് y².
What is the equation? X plus y the whole square is equal to x square plus 2xy plus y square. 10 into square is 100. X into square x square. Plus 2 into 10, 20. 20 into 5 is 20 into 5 is 100. 100x. 2 into 5, 10. 10 tens are 100. അപ്പോൾ നമുക്ക് 100 ആ കിട്ടുക. x അതുപോലെ എഴുതാം. പ്ലസ് 5 സ്ക്വയർ എത്രയാണ്? 25. ഇനി നമുക്കൊന്ന് ജനറലൈസ് ചെയ്യണതിനെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 100 രണ്ടിലുണ്ട് അല്ലേ? രണ്ടിലും 100. രണ്ടിലും x ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ടിനും ഇങ്ങോട്ട് കോമൺ ആയിട്ട് എടുക്കാം. 100 ഉണ്ട് x ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 100ഉം xഉം മിസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 100ഉം പുറത്തോട്ട് എടുത്തു. x സ്ക്വയർ എന്നൊരു x ഉണ്ട്. ബാക്കി ഇവിടെ x മാത്രമേ ഉള്ളൂ. നോക്കൂ, 100x into x 100x സ്ക്വയർ കിട്ടില്ലേ? ഈ 100x 100xഉം എടുത്തു. ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് എടുത്താൽ ബാക്കി അവിടെ 1 ഉണ്ട്. നേരത്തെ പറഞ്ഞു 1 ഉണ്ട് അല്ലേ? പ്ലസ് 25. ഇതാണ് നമ്മളെ കോമൺ ഇക്വേഷൻ. ഇതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ 100x into x plus 1 plus 25. നമുക്കൊന്നും ചെയ്തു നോക്കിയാലോ കിട്ടുന്നുണ്ടോന്ന് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോർമുല. അപ്പൊ നിങ്ങൾക്ക് 5ന് എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 100x into x plus 1 plus 25. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 5ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ നേരത്തെ കണ്ടുവച്ചില്ലേ? 5ന്റെ സ്ക്വയർ നമുക്ക് നേരത്തെ അല്ല 25ന്റെ സ്ക്വയർ നിങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ 25ന്റെ സ്ക്വയർ കിട്ടിയത്? നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് 25ന്റെ സ്ക്വയർ 625 എന്ന് കിട്ടി അല്ലേ? നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ? അപ്പൊ നോക്കൂ, 25ന്റെ സ്ക്വയർ കാണണമെങ്കിൽ 25 നമ്മൾ എങ്ങനെ എഴുതണം? 20 plus 5 എന്ന് എഴുതണം അല്ലേ? ഇതാണ് 25. നമ്മൾ ഇതെന്താണ്? 10x plus 5 എന്നുള്ളതാണ് നമ്മളെ ഇത്. അപ്പോഴേ നമുക്ക് ഇതിൽ x ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 20 plus 5. അപ്പൊ x എത്രയായിരിക്കും? 20 എന്ന് പറഞ്ഞാൽ 10 into 2 ആണ് പ്ലസ് 5 അല്ലേ? ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് x എന്ന് പറയുന്നത്. x ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. മനസ്സിലായോ? ഇതാണ് x. x എന്ന് പറഞ്ഞാൽ 2 ആണ് x. അപ്പൊ ഇനി ഇതിൽ കൊടുത്താൽ മതി. ഇസ് ഈക്വൽ ടു 100 into 2 into x plus 1. 2 plus 1 എന്ന് പറഞ്ഞാൽ 3 plus 25. 100 into 2, 200 into 3, 600 plus 25, 625. നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് മിസ്സിന് മനസ്സിലായി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? 100x into x plus 1 plus 25. നിങ്ങൾക്ക് ഏത് 5 എൻഡ് ചെയ്യുന്ന നമ്പർ വേണമെങ്കിലും കാണാം. പക്ഷെ അവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കൂടെ നിങ്ങൾ പഠിക്കണം. ലെഫ്റ്റ് സൈഡ് എന്താണ്? 10x plus 5 the whole square is equal to 100x into x plus 1 plus 25 ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാല്യൂ, ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 75ന്റെ കാണാനാണെന്ന് വിചാരിച്ചോളൂ. 75 സ്ക്വയർ നമ്മൾക്ക് കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. 75 നിങ്ങൾ 70 plus 5 എന്ന് എഴുതാം. ഈ പ്ലസ് 5ന് ഒരു റോൾ ഇവിടെ ഇല്ല, അത് ഗിവ് അപ്പ്. ഈ 70 നമ്മൾക്ക് 7 into 10 ആണ്. 10 ഒഴിവാക്കാം. 7 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് x എന്നത്? അപ്പൊ അതാണ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 7 ആണ്. x equal to 7. ഇനി ഇവിടെ കൊടുത്താൽ മതി. 100 into അതായത് 100 into x 7 into x plus 1 അതായത് 7 plus 1 8 plus 25. 8 7s are 56. 2 0 എഴുതാം. പ്ലസ് 25 5 6 2 5. എളുപ്പത്തിൽ കിട്ടും. മനസ്സിലായി? വലിയ സ്ക്വയറുകളാണെങ്കിലോ നമുക്ക് ചെയ്ത് നോക്കിയാലോ? വലിയ നമ്പറിന്റെ സ്ക്വയർ. ഇപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 10x plus 5 the whole square is equal to 100x into x plus 1 plus 25. Right? 95 ആണ് നമ്മൾ കാണുന്നത്. 95നെ നമുക്ക് 90 plus 5 എന്ന് എഴുതാം.
90 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ 9. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എക്സ് എത്രയാന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ഇവിടെ കൊടുക്കുക 100 ഇൻറ്റു 9 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10. ഇവിടെ 9 ആണ്, തൊട്ടടുത്ത് 10 പ്ലസ് 25. അപ്പൊ 9ഉം 2 0 1 0 1 2 3 0 പ്ലസ് 25. ആൻസർ 9025. മനസ്സിലായോ? തെറ്റിക്കോ? മനസ്സിലുണ്ടോ? ഇല്ലല്ലോ. എളുപ്പമാണ്. നമുക്ക് വേറെ ഇതിൽ കഴിഞ്ഞിട്ടില്ല. അതിൽ 3 ക്വസ്റ്റ്യൻസോട് ചെയ്യാനുണ്ട്. അത് മിസ് തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ശരി.